ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2021 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി സാഹിത്യമേഖലയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്യുന്ന വീഡിയോയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ JCB പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ബുക്കർ പുരസ്കാരം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളുടെ ജേതാക്കളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒപ്പം ചില പ്രധാനപ്പെട്ട കൃതികളും പഠിച്ചിരുന്നു. കാണാത്തവർ തീർച്ചയായും അതുകൂടി കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ വയലാർ അവാർഡ്, ജ്ഞാനപീഠം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, സാഹിത്യ നോബൽ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട സാഹിത്യമേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളുടെ ജേതാക്കളെക്കുറിച്ചും ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റായ ചില കൃതികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. അമ്പത്തിയഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തത്തിൻ്റെ വസതിയായ കുമരനെല്ലൂർ ദേവായനത്തിൽ വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കപ്പെട്ടത്. 11 ലക്ഷം രൂപയും വാഗ്ദേവതയുടെ ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ മലയാളിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഒക്ടോബറിൽ അന്തരിച്ചു. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കമിട്ട കവിയാണ് അക്കിത്തം. അദ്ദേഹത്തിൻ്റെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്ത വരികൾ ഉൾപ്പെടുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം 1952 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്. അതേ വർഷം തന്നെ സഞ്ജയൻ പുരസ്കാരം ഈ ഖണ്ഡകാവ്യത്തിന് ലഭിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, മനസാക്ഷിയുടെ പൂക്കൾ, കരതലാമലകം, ബലിദർശനം, ഭാഗവത തർജ്ജമ ഉൾപ്പെടെ 47 കൃതികൾ രചിച്ചിട്ടുണ്ട്. 2016 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 വയലാർ അവാർഡ്, 2017 പത്മശ്രീ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1947-48 നടന്ന പാലിയൻ സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം K. സച്ചിദാനന്ദന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുള്ള സച്ചിദാനന്ദന് വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ആശാൻ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. 2019 ഈ പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ UA ഖാദറിനായിരുന്നു ലഭിച്ചത്. തൃക്കോട്ടൂർ പെരുമ എന്ന കൃതിക്ക് 1983 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഥ പോലെ ജീവിതം, കലശം, സർപ്പസന്തതി തുടങ്ങി 70ഓളം കൃതികളുടെ കർത്താവായിരുന്നു അദ്ദേഹം. 2020 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം അമേരിക്കൻ കവയിത്രിയും ഉപന്യാസകൃത്തുമായ ലൂയിസ് എലിസബത്ത് ഗ്ലൂക്ക് നേടി. പുലിറ്റ്സർ സമ്മാനം ഉൾപ്പെടെ പ്രമുഖ സാഹിത്യ അവാർഡുകൾ നേടിയിട്ടുണ്ട്. 2019 നോബൽ പുരസ്കാരം ഓസ്ട്രിയൻ നോവലിസ്റ്റും നാടകകൃത്തും വിവർത്തകനുമായ പീറ്റർ ഹാൻകെയാണ് നേടിയത്. പഠനകാലത്ത് തന്നെ എഴുത്തുകാരനായി പേരെടുത്ത അദ്ദേഹം നിരവധി ചലച്ചിത്രങ്ങൾക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട്. 2018 സാഹിത്യ നോബൽ പോളിഷ് എഴുത്തുകാരിയായ ഓൾഗ ടൊകാർചുക് ആയിരുന്നു നേടിയത്. 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരവും ഇവർക്കായിരുന്നു. ഫ്ലൈറ്റ്സ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം. കൊറോണ കവിതകൾ, റിപ്പബ്ലിക് ഡേ 2020, ദസ് സ്പീക്സ് ദ ഗവർണർ എന്നീ കൃതികൾ ആരുടേതാണ്? PS
ശ്രീധരൻ പിള്ള. മിസോറാം ഗവർണറാണ് അദ്ദേഹം. മിസോറാം മുഖ്യമന്ത്രിയായ സോറാംതാംഗയാണ് അദ്ദേഹത്തിൻ്റെ 13 പുസ്തകങ്ങളും 10 കവിതകളുടെ സമാഹാരമായ കൊറോണ കവിതകളും പുറത്തിറക്കിയത്. ദളിത് ക്രിസ്ത്യാനികളുടെ ജീവിതം പ്രമേയമാക്കി കൃതികൾ രചിച്ച നോവലിസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? S.E. ജെയിംസ്. അയ്യങ്കാളിയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച നോവലാണ് സംവത്സരങ്ങൾ. വൈദ്യൻ കുന്ന്, മൂവന്തിപ്പൂക്കൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 2019 വ്യാസ് സമ്മാൻ പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി നസിറ ശർമ്മ കാഗസ് കി നാവ് എന്ന കൃതിക്ക് നേടി. KK ബിർള ഫൗണ്ടേഷനാണ് ഹിന്ദിയിലെ ഏറ്റവും മികച്ച കൃതിക്ക് 1991 മുതൽ ഈ പുരസ്കാരം നൽകി വരുന്നത്. 2018 വ്യാസ് സമ്മാൻ പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ ലീലാധർ ജഗൂരി നേടി. ജിതനെ ലോക് ഉത്തനെ പ്രേം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. 1991 KK ബിർള ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരവും നൽകി തുടങ്ങിയത്. 2019 പ്രശസ്ത സിന്ധി എഴുത്തുകാരൻ വസുദേവ് മോഹി ചെക്ക് ബുക്ക് എന്ന കൃതിക്ക് ഈ പുരസ്കാരം നേടി. 2018 തെലുങ്ക് സാഹിത്യകാരനായ K. ശിവറെഡ്ഡിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്. ഒട്ടിഗിലിതേ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 44ാമത് പുരസ്കാരമാണ് 2020 പ്രഖ്യാപിച്ചത്. 2019 VJ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന കൃതിയാണ് ഈ പുരസ്കാരം നേടിയത്. 2017 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നിരീശ്വരൻ നേടിയിരുന്നു. 2018 KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി എന്ന നോവലായിരുന്നു വയലാർ അവാർഡ് നേടിയത്. സോ ജസ്റ്റ് ഒന്നോടെ ഓർത്തു നോക്കാം. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2019 VJ ജെയിംസ്, 2018 KV മോഹൻകുമാർ. തരൂരോ സരസ് ആരുടെ കൃതിയാണ്? ശശി തരൂർ. 2020 ടാറ്റ ലിറ്ററേച്ചർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ആരാണ്? റസ്കിൻ ബോണ്ട്. പ്രശസ്ത എഴുത്തുകാരനും കോളമിസ്റ്റും ചെറുകഥാകൃത്തുമാണ് അദ്ദേഹം. ദ റൂം ഓൺ ദ റൂഫ് ആണ് റസ്കിൻ ബോണ്ടിൻ്റെ ആദ്യ നോവൽ. നിങ്ങളുടെ മികച്ച ദിനം ഇന്ന്, യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ ആരുടെ കൃതിയാണ്? അനുപം ഖേർ. ഹിന്ദിയിലെ ഒരു സ്വഭാവ ഹാസ്യനടനാണ് അനുപം ഖേർ. അദ്ദേഹം 200-ലധികം ഹിന്ദി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020 ചെറുകാട് സ്മാരക അവാർഡ് നേടിയത് ആരാണ്? ഡോക്ടർ MP പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ്. ആണവശാസ്ത്രജ്ഞൻ, ശാസ്ത്രപ്രചാരകൻ, വിദ്യാഭ്യാസ ചിന്തകൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തനാണ് ഡോക്ടർ പരമേശ്വരൻ. നിറക്കൂട്ടുകളില്ലാതെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡെന്നീസ് ജോസഫ്. മമ്മൂട്ടിയാണ് ഈ കൃതി പ്രകാശനം ചെയ്തത്. 2020
ഡിസംബറിൽ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൃതി ഏതാണ്? ലെറ്റ് us ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ. ജീവചരിത്രകാരൻ ഓസ്റ്റൻ ഐവറയുമായി ചേർന്നാണ് പുസ്തകം രചിച്ചിട്ടുള്ളത്. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെ കൃതിയാണ്? അരുൺ ഷൂരി. 2020 സഞ്ജയൻ പുരസ്കാരം നേടിയത് ആരാണ്? NK ദേശം. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ ആരുടെ കൃതിയാണ്? ഊർജിത് പട്ടേൽ. അദ്ദേഹം RBIയുടെ 24ാമത്തെ ഗവർണർ ആയിരുന്നു. റോ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് കവേർട്ട് ഓപ്പറേഷൻസ് ആരുടെ കൃതിയാണ്? യതീഷ് യാദവ്. ഇന്ത്യയുടെ വിദേശ ഇൻ്റലിജൻസ് ഏജൻസിയാണ് റോ. ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. സോ ദിസ് ഇസ് ദ എൻഡ്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോകളിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങളെ നല്ല റാങ്കിലേക്ക് എത്തിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ സ്റ്റേ സേഫ്. ബൈ.